നമസ്കാരം സുഹൃത്തുക്കളെ. കമ്പനി ബോർഡ് LGSന്റെ രണ്ടാമത്തെ ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ്സാണ്. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം PDF നോട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ ടെലഗ്രാം ശരിയാവുകയാണെങ്കിൽ അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങളെ ക്ലാസ് 1, 2, 3 തവണ കണ്ടുപോവുക. തീർച്ചയായിട്ടും വളരെ വേണ്ടപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം മൊത്തമായി 1, 2 തവണ കണ്ടു തീർക്കാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും 5 മാർക്കിന് മുകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തിലെ സമരങ്ങളും അതിന് നേതൃത്വം നൽകിയവരുമാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, എന്നാ മലയാളി മെമ്മോറിയൽ നടന്നത്? 1891 മലയാളി മെമ്മോറിയൽ നടന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാരിസ്റ്റർ GP പിള്ളയും KP ശങ്കരമേനോനുമാണ്. അപ്പോൾ മലയാളി മെമ്മോറിയൽ നടന്ന വർഷം 1891, നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയും KP ശങ്കരമേനോനുമാണ്. നമുക്കറിയാം, അതായത് തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ നാട്ടുകാർക്ക് അവഗണന നേരിട്ടതായിരുന്നു പ്രധാന കാരണം. പുറത്തു നിന്നുള്ളവർക്ക്, പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മണർക്കായിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. അങ്ങനെ ഉദ്യോഗങ്ങൾ നൽകുകയും നാട്ടുകാരായ യോഗ്യതയുള്ളവരെ തഴയുകയും ചെയ്തതിനെതിരെ ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ബാരിസ്റ്റർ GP പിള്ളയാണ് നേതൃത്വം നൽകിയത്. കൂടെ KP ശങ്കരമേനോൻ. നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1891. എന്തായിരുന്നു ഇതിൻ്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ നാട്ടുകാർക്ക് കൂടി പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന മലയാളി മെമ്മോറിയൽ നിലവിൽ നടന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി ഇത് ആരാണ് സമർപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമൂലം തിരുനാളിനാണ് ഇത് സമർപ്പിച്ചത് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ഇയറിലേക്ക് പോകാം. ഈഴവ മെമ്മോറിയൽ നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1896 ഈഴവ മെമ്മോറിയൽ നടന്നത്. ഈഴവ സമുദായത്തിന് വിദ്യാഭ്യാസത്തിനും സർക്കാർ ഉദ്യോഗങ്ങൾക്കും അതേപോലെ തന്നെ അർഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിലാണ് ഈഴവ മെമ്മോറിയൽ. നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അത് 1896 ഈഴവ മെമ്മോറിയൽ നടന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, അപ്പോൾ മക്കളെ, ഈഴവ മെമ്മോറിയലും അതേപോലെ തന്നെ മലയാളി മെമ്മോറിയലും ഇത് രണ്ടും സമർപ്പിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീമൂലം തിരുനാളിനാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ 1891 മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ 1896. മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയും ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു ആണെന്നുള്ളതും ഓർക്കുക. അടുത്തതാണ് തളിക്ഷേത്ര പ്രക്ഷോഭം. തളിക്ഷേത്ര പ്രക്ഷോഭം മക്കളെ, തളിക്ഷേത്ര പ്രക്ഷോഭം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാണ് തളിക്ഷേത്ര പ്രക്ഷോഭം? 1928 തളിക്ഷേത്ര പ്രക്ഷോഭം നടക്കുന്നത്. നേതൃത്വം നൽകിയത് KP കേശവമേനോനും അതേപോലെ തന്നെ C കൃഷ്ണൻ, അതേപോലെ തന്നെ മഞ്ചേരി രാമയ്യൻ എന്നിവരാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ തളിക്ഷേത്ര പ്രക്ഷോഭം, അതായത് കോഴിക്കോട്ടെ തളിക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഈ പറയുന്ന തളിക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഐത്തോച്ചാടനത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന പോരാട്ടങ്ങളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ തളിക്ഷേത്ര പ്രക്ഷോഭം. നടന്ന വർഷം 1928. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, പൗരസമത്വവാദ പ്രക്ഷോഭം. പൗരസമത്വവാദ പ്രക്ഷോഭം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1919 പൗര സമത്വവാദ പ്രക്ഷോഭം നടന്നത്. അതായത് തിരുവിതാംകൂർ സർക്കാർ ഉദ്യോഗങ്ങളിലും ഭരണത്തിലും എല്ലാ സമുദായക്കാർക്കും തുല്യമായ അവസരം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഏതെന്ന് പറയുന്നത്, പൗരസമത്വവാദ പ്രക്ഷോഭം. നടന്ന വർഷം 1919. നേതൃത്വം നൽകിയത് TK മാധവൻ, NV ജോസഫ്, AJ ജോൺ ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നത് 1919. അതേപോലെ നേതൃത്വം നൽകിയത് TK മാധവൻ, NV ജോസഫ്, AJ ജോൺ. അടുത്ത് നമുക്ക് നോക്കാം നിവർത്തന പ്രക്ഷോഭം. മക്കളെ, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, എഴുതി വെച്ചു പഠിച്ചോ, ഒരു നഷ്ടമില്ല. നിവർത്തന പ്രക്ഷോഭം 1932 നടന്നത്. നേതൃത്വം നൽകിയത് C കേശവൻ, TM വർഗീസ്, MV ജോസഫ്, PK കുഞ്ഞ്. അതായത് തിരുവിതാംകൂറിലെ പുതിയ ഭരണപരിഷ്കാരങ്ങൾ പ്രകാരം പിന്നോക്ക സമുദായങ്ങൾക്ക്, ഈഴവര് അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾക്ക് ആനുപാതികമായ പ്രാതിനിധ്യം നിഷേധിക്കപ്പെട്ടു. ഇതിൽ പ്രതിഷേധിച്ച് സെൻട്രൽ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഗ്രസ് രൂപീകരിച്ച പ്രക്ഷോഭമായിരുന്നു ഏതെന്ന് പറയുന്നത്,
നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയത് ആരാന്നുള്ളത് PSC ചോദിച്ചേണ്ട. അത് IC ചാക്കോ ആണ് എന്നുള്ളത് കൂടി മക്കളെ ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നിവർത്തന പ്രക്ഷോഭം 1932, നേതൃത്വം നൽകിയത് C കേശവൻ, TM വർഗീസ്, MV ജോസഫ്, PK കുഞ്ഞ്. അതേപോലെ ഇതിന് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് IC ചാക്കോ ആണ് എന്നുള്ളത് കൂടി മക്കളെ ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത്. തിരുവിതാംകൂറിലെ ഇലക്ട്രിസിറ്റി വകുപ്പിലെ തൊഴിലാളികൾ കുറഞ്ഞ വേതനത്തിനും മോശമായ തൊഴിൽ സാഹചര്യങ്ങൾക്കും എതിരായ നടത്തിയ സമരമാണ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത്. മക്കളെ നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1936. PSC ചോദിച്ചേണ്ട ഇത് ഏത് ജില്ലയിലാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ് ഇലക്ട്രിസിറ്റി സമരം നടന്നത്. 1936 എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അടുത്തത് കല്ലറ പാങ്ങോട്ട് സമരം. കല്ലറ പാങ്ങോട്ട് സമരം ഓക്കെ, നടന്ന വർഷം എന്നാണ് കല്ലറ പാങ്ങോട്ട് സമരം? 1938 കല്ലറ പാങ്ങോട്ട് സമരം. ആരൊക്കെയായിരുന്നു നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെല്ലപ്പൻ വൈദ്യനും അതേപോലെ തന്നെ കൊച്ചപ്പിള്ളയാണോ ഇതിൻ്റെ അകത്ത് നേതൃത്വം നൽകിയത്? കൊച്ചപ്പപ്പിള്ള. ഓക്കെ, കൊച്ചപ്പപ്പിള്ളയാണ് നേതൃത്വം നൽകിയത്. അതേപോലെ തന്നെ ചെല്ലപ്പൻ വൈദ്യൻ. കല്ലറപ്പാങ്ങോട്ട് സമരം നടന്നത് 1938. തിരുവിതാംകൂറിലെ രാജഭരണത്തിനെതിരെയും അമിതമായ നികുതിക്കും മർദ്ദനങ്ങൾക്കുമെതിരെ തിരുവനന്തപുരം ജില്ലയിലെ കല്ലറപ്പാങ്ങോട്ട് ഗ്രാമങ്ങളിലെ ജനങ്ങൾ നടത്തിയ സായുധ സമരമാണ് ഏതെന്ന് പറയുന്നത്? കല്ലറപ്പാങ്ങോട്ട് സമരം. നടന്ന വർഷം എന്നാ മക്കളെ? 1938. അടുത്തതാണ് കടയ്ക്കൽ പ്രക്ഷോഭം. കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938. PSC ചോദിച്ചിട്ടുണ്ട് കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന ജില്ല ഏതാണെന്നുള്ളത്. അത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ കടയ്ക്കലിലാണ് ഈ പറയുന്ന പ്രക്ഷോഭം നടക്കുന്നത്. കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ പോലീസ് മർദ്ദനത്തിനെതിരെ ജനങ്ങൾ സംഘടിച്ച് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതായി കരുതപ്പെടുന്ന ഈ ഒരു സംഭവമാണ് കടയ്ക്കൽ പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1938 കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഘവൻ പിള്ളയാണ് കടയ്ക്കൽ ഫ്രാങ്കോ എന്ന പേരിലും അറിയപ്പെട്ടത്. അടുത്ത നമുക്ക് നോക്കാം കയ്യൂർ സമരം. കയ്യൂർ സമരം ഓക്കെ, അപ്പോൾ കയ്യൂർ സമരം നമുക്കറിയാം ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. കയ്യൂർ സമരം നടന്നത് ഏത് വർഷമാണ് എന്നുള്ളത്? 1943 കയ്യൂർ സമരം മക്കളെ നടന്നത്. കയ്യൂർ സമരം നടന്ന വർഷം 1943. കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ ജന്മിത്തത്തിനും പോലീസ് മർദ്ദനത്തിനുമെതിരെ കർഷകർ നടത്തിയ സമരമാണ്. ഇതിൻ്റെ അകത്ത് ഒരു പോലീസുകാർ മരണപ്പെട്ടതിനെ തുടർന്ന് 4 പേരെ, അതായത് മഠത്തിൽ അപ്പു, അതേപോലെ തന്നെ ആരൊക്കെയാണ്? കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ, അബൂബക്കർ എന്നിവരെ തൂക്കിലേറ്റുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചോ കയ്യൂർ സമരം. കയ്യൂർ സമരം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ പ്രധാന നേതാക്കളാണ് മഠത്തിലപ്പു, അതേപോലെ തന്നെ പേരവാര കുഞ്ഞമ്പു നായർ, കോയിത്തട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. അപ്പോൾ ഇവരെ എന്ത് ചെയ്തിട്ടുണ്ട്? കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ ജന്മിത്തത്തിനും പോലീസ് മർദ്ദനത്തിനുമെതിരെ കർഷകർ നടത്തിയ സമരമാണ് കയ്യൂർ സമരം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 4 പേരെ നിലവിൽ തൂക്കിലേറ്റിയത്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മഠത്തിലപ്പു, കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ, അതേപോലെ തന്നെ അബൂബക്കർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ് നടന്ന വർഷം മക്കളെ 1942 കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് കീഴരിയൂരിൽ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ഒരു സംഘം സ്വാതന്ത്ര്യ സമര സേനാനികളെ അറസ്റ്റ് ചെയ്യുകയും ഗൂഢാലോചന കേസ് ചുമത്തുകയും ചെയ്ത സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. നടന്ന വർഷം 1942 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി അതിൻ്റെ അകത്ത് ആരായിരുന്നു പ്രധാന വ്യക്തികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ KBR മേനോൻ, അതേപോലെ തന്നെ കുഞ്ഞിരാമക്കിടാവ്. ഓക്കെ, അപ്പോൾ മിക്കപ്പോഴും ചോദിക്കാറുള്ള കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഡോക്ടർ KBR മേനോൻ ആണ് എന്നുള്ളത് കൂടി ഒന്ന് ഏറ്റവും കൂടുതലായിട്ടൊന്ന് പഠിച്ചു വച്ചേക്കുക. ഓക്കെ, ഇനി കരുവള്ളുവർ സമരം ദേവയാണി. കരുവള്ളുവർ സമരം ദേവയാണി നടന്ന വർഷം കരുവള്ളുവർ സമരം കണ്ണൂർ ജില്ലയിലായിരുന്നു. 1946 കണ്ണൂർ ജില്ലയിൽ കരുവള്ളുവർ സമരം നടന്നത്. അതായത് ജന്മിമാർ നെല്ല് കടത്തുന്നത് തടയാൻ കർഷകർ നടത്തിയ ഐതിഹാസികമായ സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതിൻ്റെ ഉത്തരമാണ് കരുവള്ളുവർ സമരം. നടന്ന വർഷം 1946 കരുവള്ളുവർ സമരം. ദേവയാനിയാണ് അതിന് നേതൃത്വം നൽകിയത്. എന്തായിരുന്നു കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂരിൽ ജന്മിമാർക്ക് നെല്ല് കടത്തുന്നത് തടയാൻ കർഷകർ നടത്തിയ
സമരമായിരുന്നു. അടുത്തത് തോൽവിറക് സമരം. തോൽവിറക് സമരം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തോൽവിറക് സമരം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1946 ജന്മിമാർക്ക് സൗജന്യമായി വിറക് എത്തിച്ചു കൊടുക്കുന്നതിനെതിരെയുള്ള കർഷക തൊഴിലാളികളുടെ പ്രക്ഷോഭമായിരുന്നു തോൽവിറക് സമരം. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മുടെ ഇന്നത്തെ ചോദ്യം, അതായത് തോൽവിറക് സമരം നടന്ന ജില്ല ഏതാണ് എന്നുള്ളത് മക്കളെ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, നിലവിൽ PSC ചോദ്യം ചോദിച്ചേക്കുന്നതുമാണ്. അപ്പോൾ തോൽവിറക് സമരം നടന്ന ജില്ല താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് മാഹി വിമോചനം നടന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1954 മാഹി വിമോചനം നടന്നത്. 1954 ഫ്രഞ്ച് ഭരണത്തിന് കീഴിലായിരുന്ന മാഹിയെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാൻ വേണ്ടി നടന്ന പോരാട്ടമായിരുന്നു മാഹി വിമോചന സമരം. അങ്ങനെ 1954 ജൂലൈ 16 മാഹി ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് വിമുക്തമായി എന്നുള്ളത് ഓർക്കുക. അപ്പോൾ മാഹി ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് വിമുക്തമായതാണ് 1954 ജൂലൈ 16. നമ്മളിപ്പോൾ മക്കളെ 16 സമരങ്ങളും അതിന് നേതൃത്വം നൽകിയതുമാണ് പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളും മക്കളെ ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടിരുന്നു. ഞാൻ ഒന്നുകൂടി പറയാം, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതിൻ്റെ ഒന്ന് ഒരു മാർക്കെങ്കിലും മക്കളെ കിട്ടുന്നതായിരിക്കും. മലയാളി മെമ്മോറിയൽ 1891 നടന്നത്. ഈഴവ മെമ്മോറിയൽ 1896. പൗരസമത്വവാദ പ്രക്ഷോഭം 1919. നിവർത്തന പ്രക്ഷോഭം 1932. തളിക്ഷേത്ര പ്രക്ഷോഭം 1928. ഇലക്ട്രിസിറ്റി സമരം 1936. കല്ലറപ്പാങ്ങോട്ട് സമരം 1938. കടയ്ക്കൽ പ്രക്ഷോഭം 1938. കീഴരിയൂർ ബോംബ് കേസ് 1942. കയ്യൂർ സമരം 1943. കരിവള്ളുവർ സമരം 1946. തോൽവിറക് സമരം 1946. മാഹി വിമോചന സമരം 1954. പ്രധാന കാരണങ്ങളും നമ്മൾ പറഞ്ഞുപോയി, ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഹോട്ട് ടോപ്പിക്സ് രണ്ടാമത്തെ നമ്മുടെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നദികൾ. അതേപോലെ തന്നെ ഈ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ പെരിയാർ, നമുക്കറിയാം പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് മക്കളെ? നമ്മുടെ പെരിയാറാണ്. ഏറ്റവും വലിയ കേരളത്തിലെ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാറാണ്. പെരിയാർ ഉത്ഭവ സ്ഥാനം എവിടെ നിന്നാണ് എന്നുള്ളത് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അത് എവിടെ നിന്നാണ്? ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. അതിൻ്റെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും PSC ചോദിക്കാറുണ്ട്. 244 കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 244 കിലോമീറ്റർ ആണ്. നമ്മൾ പറയാറുണ്ട് ലൈഫ് ലൈൻ ഓഫ് കേരള, അതായത് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാ? നമ്മുടെ പെരിയാറാണ്. എവിടെയാണ് ഇത് പതിക്കുന്നത്? കൊടുങ്ങല്ലൂർ കായലിലാണ്, അതായത് അറബിക്കടലിലാണ് എന്ത് ചെയ്യുന്നത്? പതിക്കുന്നത്. ഉത്ഭവം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിലുള്ള ശിവഗിരി മലകളിൽ നിന്നാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്? പെരിയാർ ഉത്ഭവിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി തവണ എന്ത് ചെയ്തേണ്ട PSC നിലവിൽ ചോദിക്കാറുള്ളതാണ്. ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പെരിയാറിനെ കുറിച്ചും പെരിയാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഈ പറയുന്ന വസ്തുതകളെക്കുറിച്ചും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം ഭാരതപ്പുഴ. ഓക്കെ, അപ്പോൾ ഭാരതപ്പുഴ നമുക്കറിയാം ആനമലയിൽ നിന്നാണ്, അതായത് പൊള്ളാച്ചിക്കടുത്ത് ആനമലയിൽ നിന്നാണ് ഏത് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഭാരതപ്പുഴയുടെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 209 കിലോമീറ്റർ ആണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതിൻ്റെ ഉത്തരം ഭാരതപ്പുഴയാണ്. കേരളത്തിൻ്റെ നദികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നീളമുള്ള നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതപ്പുഴ. അതായത് കേരളത്തിലൂടെ ഒഴുകുന്ന ഭാഗം കണക്കാക്കിയാൽ പെരിയാർ ഒന്നാമതും രണ്ടാമത് വരുന്നത് ഭാരതപ്പുഴയുമാണ്. ഓക്കെ, അപ്പോൾ ഓർത്തു വച്ചോ, എന്താണ് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. 209 അതിൻ്റെ നീളം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ആനമല പൊള്ളാച്ചിക്കടുത്താണ്. ഇതിനെ നമുക്ക് പൊന്നാനിപ്പുഴ എന്ന പേരിലും അറിയപ്പെടുന്നു. പൊന്നാനിപ്പുഴ. ഓക്കെ, അപ്പോൾ പൊന്നാനിപ്പുഴ എന്നുള്ളതും എന്താണ് ഈ പറയുന്ന ഭാരതപ്പുഴയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൊന്നാനിപ്പുഴ. അതേപോലെ തന്നെ മക്കളെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ, ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂതപ്പുഴ. അപ്പോൾ ഏതൊക്കെയാണ് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? അതായത് ഗായത്രിപ്പുഴ, അതേപോലെ തന്നെ എന്താണ് കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ, എന്താണ് തൂതപ്പുഴ എന്നുള്ളതാണ് ഭാരതപ്പുഴയുടെ
പ്രധാന പോഷക നദികൾ എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കോഡായിട്ട് വേണമെങ്കിൽ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ നമുക്ക് പഠിക്കാം. അതായത് ഗായത്രി ഭാരതപ്പുഴയുടെ തീരത്ത് വച്ച് കണ്ണാടിയിൽ നോക്കി കാല് തൂത്തു എന്ന് ഓർത്താൽ മതി. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ഈ പറയുന്ന ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളെല്ലാം അതിൻ്റെ അകത്ത് വന്നു. അപ്പോൾ നോക്കിയേ, ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ച് ഗായത്രി കണ്ണാടി നോക്കി കാല് തൂത്തു എന്നോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞതാണ്. ആവശ്യമുള്ളവർ മാത്രം എന്ത് ചെയ്താൽ മതി, കോഡ് പഠിച്ചാൽ മതി. ഓക്കെ, ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നമ്മുടെ ക്ലാസ് വീണ്ടും എന്ത് ചെയ്യും, ഈ പറയുന്ന ഒത്തിരി ലെങ്ത് കൂടുന്നു. അപ്പം നിങ്ങൾ ആരും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നദിയിലേക്ക് പോകാം മക്കളെ. അതായത് അടുത്തതാണ് പമ്പ എന്ന് പറയുന്നത്. പമ്പ എവിടെ നിന്നാണ്? പുളച്ചിമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പമ്പയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. പുളച്ചിമലയാണ്. പമ്പയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 176 കിലോമീറ്റർ ആണ്. കേരളത്തിൽ നീളം കൂടിയ നദികളിൽ 3-ാം സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാർ, ഭാരതപ്പുഴ, അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പമ്പയാണ് എന്നുള്ളത് ഓർക്കുക. 176 കിലോമീറ്റർ. അതായത് പത്തനംതിട്ട ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലുള്ള പുലച്ചിമലയിൽ നിന്നാണ് പമ്പ ഉത്ഭവിക്കുന്നത്. പതനമാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ വിയപുരം വേമ്പനാട്ട് കായലിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ പമ്പ. അതായത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അപരനാമം ചോദിക്കുകയാണെങ്കിൽ ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്നു. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ ആറന്മുള വള്ളംകളി നടക്കുന്നത്. ഇതിൻ്റെ പ്രധാന പോഷക നദികൾ നോക്കുകയാണെങ്കിൽ അച്ചൻകോവിലാറ്, കക്കട്ടാറ്, കല്ലാറ് എന്നിവയൊക്കെ പോഷക നദികളാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. കടന്നു പോകുന്ന ജില്ലകൾ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൂടെയാണ് പമ്പ പ്രധാനമായിട്ടും ഒഴുകുന്നത് എന്നുള്ളത് കൂടി മക്കളെ ഒന്ന് ഓർത്തു വച്ചേക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. അടുത്തത് ചാലിയാറാണ്. ചാലിയാറ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഇളമ്പലേരിക്കുന്നിൽ നിന്നുമാണ് ചാലിയാറ് ഉത്ഭവിക്കുന്നത്. ഇളമ്പലേരിക്കുന്നിൽ നിന്നാണ് ചാലിയാറ് ഉത്ഭവിക്കുന്നത്. അതായത് 169 കിലോമീറ്റർ ആണ് ചാലിയാറിൻ്റെ നീളമെന്ന് പറയുന്നത്. അതായത് 4-ാമത്തെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ചാലിയാറാണ്. ഉത്ഭവം തമിഴ്നാട്ടിലെ, നമ്മൾ പറഞ്ഞു നീലഗിരി മലകളിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നിലവിൽ ഉത്ഭവിക്കുന്നത്. ബേപ്പൂരിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്നു. അതേപോലെ തന്നെ ബേപ്പൂർ പുഴ, ചാലിയാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ചാലിയാറാണ് എന്നുള്ളത് കൂടി ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്തതിലേക്ക് പോവാം. നെയ്യാറ് ഉത്ഭവം അഗസ്ത്യമലയാണ്. നെയ്യാറ് അഗസ്ത്യമല. അടുത്തത് ചാലക്കുടി പുഴയാണ്, ആനമലയിലാണ്. അടുത്തത് മഞ്ചേശ്വരം. അതെവിടെയാണ്? മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്ന പുഴപാലപ്പണി കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് മഞ്ചേശ്വരം. ഓക്കെ, അപ്പോൾ മഞ്ചേശ്വരം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? മഞ്ചേശ്വരം പുഴ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് നമ്മൾ മഞ്ചേശ്വരം പുഴ എന്ന് പറയുമ്പോൾ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ PSC ചോദിക്കാറുള്ള ബേസ് ലെവൽ ചോദ്യവും അത് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയായിട്ട് പറയുന്നത്. ഉത്ഭവം നമ്മൾ പറഞ്ഞു പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. കർണാടകയിലെ പശ്ചിമഘട്ടത്തിലെ പുഴപാലിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർത്താലും മതി, കർണാടകയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഈ പറയുന്ന മഞ്ചേശ്വരം പുഴ. ബാലപ്പൂണിക്കുന്നുകൾ എന്നാണ് ശരിക്കും കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകത്തിലെ പശ്ചിമഘട്ടത്തിലുള്ള ബാലപ്പൂണിക്കുന്നുകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ മഞ്ചേശ്വരം പുഴയുടെ നീളം ഒന്ന് ഓർത്തു വെച്ചോ. അതായത് 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം എന്നുള്ളത് ഓർക്കുക. അടുത്തത് അഞ്ചരക്കണ്ടി പുഴയാണ്. അത് കണ്ണോത്ത് വനത്തിൽ നിന്നാണ് അഞ്ചരക്കണ്ടി പുഴ ഉത്ഭവിക്കുന്നത്. ഇനി ഇത്തിക്കരയാറ് മടത്തരക്കുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അടുത്തത് മീനച്ചിലാറാണ്, വാഗമണിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അയിരൂർ പുഴ എവിടെയാണ്? നാവായിക്കുളത്തിൽ നിന്നാണ് അയിരൂർ പുഴ. നാവായിക്കുളം. വളപട്ടണം പുഴയാണെങ്കിലോ ബ്രഹ്മഗിരി കുന്നിൽ നിന്നുമാണ് വളപട്ടണം പുഴ. ഇനി വാമനപുരം നദി എവിടെ നിന്നാണ്? ചെമ്പച്ചിമൊട്ട മലനിരയിൽ നിന്ന്. കബനി ആണെങ്കിലോ തൊണ്ടാർമുടി. അതെപ്പോഴും ചോദിക്കാറില്ലാണ്ടോ മക്കളെ. കബനി എവിടെ നിന്നാണ്? തൊണ്ടാർമുടി. ഭവാനി നീലഗിരി കുന്നിൽ നിന്നാണ്. പാമ്പാർ എവിടെയാണ്?
ബെന്മൂർ ദേവികുളമാണ് എന്നുള്ളത് ഓർക്കുക. ബെന്മൂർ ദേവികുളം. അപ്പോൾ നമ്മൾ പറഞ്ഞ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും ഞാനൊന്ന് ഓടിച്ചു പറയാം. പെരിയാറാണെങ്കിൽ ശിവഗിരിമല, ഭാരതപ്പുഴ ആനമല, പമ്പ പുളിച്ചിമല, ചാലിയാർ ഇളമ്പലേരിക്കുന്ന്, നെയ്യാർ അഗസ്ത്യമല, ചാലക്കുടിപ്പുഴ എവിടെ നിന്ന ആനമല, മഞ്ചേശ്വരം പുഴ, ബാലപ്പൂണിക്കുന്നുകൾ. ബാലപ്പൂണിക്കുന്നുകളാണ് മഞ്ചേശ്വരം. അഞ്ചരക്കണ്ടിപ്പുഴയാണ് ഈ കണ്ണോത്ത് വനമാണ്. ഇത്തിക്കരയാർ മടത്തറക്കുന്ന്, മീനച്ചിലാറാണെങ്കിൽ വാഗമൺ, അയിരൂർ പുഴയാണെങ്കിൽ നാവായിക്കുളം, വളപട്ടണം പുഴയാണെങ്കിൽ ബ്രഹ്മഗിരിക്കുന്ന്, വാമനപുരം പുഴ നദി എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ചെമ്മച്ചി മൊട്ടമല നിര, കബനിയാണെങ്കിൽ തൊണ്ടാർമുടി, ഭവാനി നീലഗിരിക്കുന്ന്, പാമ്പാർ ബെന്മൂർ ദേവികുളമാണ് എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് വിശേഷണങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനികളും നമുക്കൊന്ന് നോക്കാം. മക്കളെ, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് സി രാജഗോപാല ആചാര്യാണ്. വേദാരണ്യം ഗാന്ധി സി രാജഗോപാല ആചാരി. ബീഹാർ സിംഹം കൻവർ സിംഗ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത്, മഹാരാഷ്ട്ര സോക്രട്ടീസ് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ കടുവ ബിപിൻ ചന്ദ്രപാലാണ്. ബംഗാൾ കടുവ. പഞ്ചാബ് സിംഹമാണ് ലാല ലജ്പത് റായ് ആണ് പഞ്ചാബ് സിംഹം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി. രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ്. ദേശ് നായക് എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. ദേശ് നായക്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടത് സരോജിനി നായിഡു. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി ഗാന്ധി. നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നത് റാണി ഗെയ്ഡൻലു ആണ്. പൗനാറിലെ സന്യാസിയാണ് ആചാര്യ വിനോബാ ഭാവെ എന്ന് അറിയപ്പെടുന്നത്. ഒരു മാർക്കാണ് മക്കളെ, പഠിച്ചു വച്ചോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി പറയാം. വേദാരണ്യം ഗാന്ധി സി രാജഗോപാല ആചാരി. ബീഹാർ സിംഹം കൻവർ സിംഗ്. മഹാരാഷ്ട്ര സോക്രട്ടീസ് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ കടുവ ബിപിൻ ചന്ദ്രപാൽ. പഞ്ചാബ് സിംഹം ലാല ലജ്പത് റായ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി. രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ്. ദേശ് നായക് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ. നാഗന്മാരുടെ റാണി റാണി ഗെയ്ഡൻലു. പൗനാറിലെ സന്യാസി ആചാര്യ വിനോബാ ഭാവെ. ഇമ്പോർട്ടൻ്റ്, പഠിച്ചോ. ഉറപ്പായും ഒരു മാർക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അടുത്ത പത്രങ്ങളും സ്ഥാപകരുമാണ്. നമുക്ക് നോക്കാം. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ. ആരുടെയാ? മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ് യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, മഹാത്മാ ഗാന്ധി. മക്കളെ ശ്രദ്ധിക്കുക. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, മഹാത്മാ ഗാന്ധി. അടുത്ത് നോക്കിയേ. ബഹിഷ്കൃത ഭാരത് മൂകനായക് ഡോക്ടർ ബി ആർ അംബേദ്കർ. നോക്കിയേ. ബഹിഷ്കൃത ഭാരത് മൂകനായക് ബി ആർ അംബേദ്കർ ആണ്. ബഹിഷ്കൃത ഭാരത് മൂകനായക്. ന്യൂ ഇന്ത്യ കോമൺവീൽ ആനി ബസന്റ്. കോമ്രേഡ് മൗലാന അബ്ദുൽ കലാം മൗലാന മുഹമ്മദ് അലി. ഓക്കെ, അപ്പോൾ കോമ്രേഡ് ആരുടെയാ? മൗലാന മുഹമ്മദ് അലിയാണ് കോമ്രേഡ്. ഹിന്ദു സ്വദേശാഭിമാനി സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യരുടെയാണ്. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യറാണ്. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്ത. ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്ത. കർമ്മയോഗി അരബിന്ദ ഘോഷ്. കർമ്മയോഗി അരബിന്ദ ഘോഷ്. ദ ലീഡർ മദൻ മോഹൻ മാളവ്യാണ്. ദ ലീഡർ മദൻ മോഹൻ മാളവ്യ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. അടുത്തത് യുഗാന്തറാണ്. ബരീന്ദ്രകുമാർ ഘോഷ്, ഭൂപേന്ദ്രനാഥ ദത്ത. അപ്പോൾ യുഗാന്തർ ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ ദത്തയാണ്. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു ആണ്. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നേഷൻ. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജിയാണ്. ബംഗാളി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. ബംഗദർശൻ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബംഗദർശൻ. നാഷണൽ പേപ്പർ ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. നാഷണൽ പേപ്പർ അതേപോലെ തന്നെ ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ ടാഗോർ.
ബോംബെ സമാചാർ ഫർദൂൻജി മർസ്ബാനാണ്. ഫർദൂൻജി മർസ്ബാനാണ് ബോംബെ സമാചാർ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. സോംപ്രകാശ് ആണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. സോംപ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പോൾ പ്രധാന പത്രങ്ങളും സ്ഥാപകരും മക്കളെ 1 മാർക്കാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചാൽ ഉറപ്പായും 1 മാർക്ക് കിട്ടും. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, മഹാത്മാഗാന്ധി. ബഹിഷ്കൃത ഭാരത്, മൂകനായക്, ഡോക്ടർ BR അംബേദ്കർ. ന്യൂ ഇന്ത്യ, കോമൺവീൽ, ആനി ബസന്റ്. കോമ്രേഡ്, മൗലാന മുഹമ്മദ് അലി. ഹിന്ദു, സ്വദേശി മിത്രം, G സുബ്രഹ്മണ്യ അയ്യർ. ബോംബെ ക്രോണിക്കിൾ, ഫിറോഷ മേത്ത. കർമ്മയോഗി, അരവിന്ദ ഘോഷ്. ദ ലീഡർ, മദൻ മോഹൻ മാളവ്യ. അമൃത ബസാർ പത്രിക, ശിശിർ കുമാർ ദോഷും മോത്തിലാൽ ഘോഷും. യുഗാന്തർ, ബരീന്ദ്രകുമാർ ഘോഷ്, ഭൂപേന്ദ്രനാഥ ദത്ത. നാഷണൽ ഹെറാൾഡ്, ജവഹർലാൽ നെഹ്റു. ചോദിച്ചേക്കണതാണ്. നേഷൻ, ഗോപാലകൃഷ്ണ ഗോഖലെ. ചോദിച്ചേക്കണതാണ്. ബംഗാളി, സുരേന്ദ്രനാഥ ബാനർജി. അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. ബംഗദർശൻ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. നാഷണൽ പേപ്പർ, ഇന്ത്യൻ മിറർ, ദേവേന്ദ്രനാഥ ടാഗോർ. ബോംബെ സമാചാർ, ഫർദുൻജി മസ്ബാൻ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. സോംപ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായിട്ടുള്ള കോശങ്ങളും അസ്ഥികളും അവയവങ്ങളും ഒക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് ഏറ്റവും വലിയ കോശമാണ് അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡം. ഏറ്റവും ചെറിയ കോശം ഏതാണെന്ന് ചോദിച്ചാൽ പുംബീജമാണ്. ഏറ്റവും വലിയ അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഭീമറാണ്. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റേപ്പീസ് ആണ്. ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ മനുഷ്യ ശരീരത്തിലെ ത്വക്കാണ്. ഏറ്റവും വലിയ രക്തകോശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശ്വേതരക്താണ്, WBC ആണ്. ഏറ്റവും ചെറിയ രക്തകോശം ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലേറ്റ്ലെറ്റ് ആണ്. അപ്പോൾ ഏറ്റവും വലിയ രക്തകോശം ശ്വേതരക്താണു, അതേപോലെ തന്നെ ഏറ്റവും ചെറിയ രക്തകോശം പ്ലേറ്റ്ലെറ്റ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അത് തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പീയൂഷ ഗ്രന്ഥിയാണ്. ഏറ്റവും വലിയ പേശി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് ഏറ്റവും വലിയ പേശി. ഏറ്റവും ചെറിയ പേശി ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റെപ്പീഡിയസ് ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. ഏറ്റവും ചെറിയ കോശം പുംബീജം. ഏറ്റവും വലിയ അസ്ഥി ഭീമറാണ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ് ആണ്. ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ഏറ്റവും വലിയ രക്തകോശം ശ്വേതരക്താണു, ഇമ്പോർട്ടൻറ്റ്. ചെറിയ രക്തകോശം പ്ലേറ്റ്ലെറ്റ്, ഇമ്പോർട്ടൻറ്റ്. വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി. വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. ചെറിയ പേശി ആണെങ്കിലോ സ്റ്റെപ്പീഡിയസ് ആണെന്ന് ഉള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അതായത് കമ്മീഷനുകൾ PSC ചോദിക്കാറുണ്ട്. ഹണ്ടർ കമ്മീഷൻ രൂപീകൃതമായ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1882 ഹണ്ടർ കമ്മീഷൻ. അടുത്തത് റാലെ കമ്മീഷൻ 1902. സാഡ്ലർ കമ്മീഷൻ എന്നാന്ന് ചോദിച്ചാൽ 1917. ഓരോ കമ്മീഷനും അതിൻ്റെ പ്രത്യേകതകൾ കൂടി പറയാനായിട്ട് ആഗ്രഹമുണ്ട് പ്രിയ ഉദ്യോഗാർത്ഥികളെ. പക്ഷേ നമുക്ക് സമയം വളരെ കുറവാണ്. പിന്നെ നിങ്ങളിതൊത്ത് കാണത്തുമില്ല. നിങ്ങൾ ഇതെല്ലാം കണ്ട് തീർത്ത് പഠിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോന്നും എടുത്ത് പറഞ്ഞ് പഠിപ്പിച്ച് സെറ്റാക്കി നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, ഹർട്ടോ കമ്മീഷൻ 1929. അടുത്തത് സക്കീർ ഹുസൈൻ കമ്മിറ്റി 1937. ആബട്ട് വുഡ് കമ്മിറ്റി 1937. വാർദ കമ്മിറ്റി ചോദിച്ചിട്ടുണ്ട് 1937. സർജൻ കമ്മീഷൻ 1944. അടുത്തത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. എന്നാൽ 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ 1952-53. സമ്പൂർണാനന്ദ കമ്മിറ്റി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1961. കോത്താരി കമ്മീഷൻ ചോദിക്കാറുണ്ട് 1964. ഈശ്വർ ഭായ് പട്ടേൽ കമ്മിറ്റി 77. ആചാര്യ രാമമൂർത്തി റിവ്യൂ കമ്മീഷൻ 1990. ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി 1991-92. യശ്പാൽ കമ്മിറ്റി 92-93. ഡോക്ടർ K കസ്തൂരിരംഗൻ കമ്മിറ്റി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020. ഡോക്ടർ K കസ്തൂരിരംഗൻ കമ്മിറ്റി എന്നുള്ളത് കൂടി ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹണ്ടർ കമ്മീഷൻ 1882 മക്കളെ ചോദിക്കാറുണ്ട്. സാഡ്ലർ കമ്മീഷൻ ചോദിക്കാറുണ്ട് 1917. അതേപോലെ തന്നെ വാർദ കമ്മിറ്റി ചോദിക്കാറുണ്ട് 1937. രാധാകൃഷ്ണൻ ചോദിക്കാറുണ്ട് 1948.
കോത്താരി കമ്മീഷൻ ചോദിക്കാറുണ്ട് 1964. അപ്പോൾ ഇത്രയെങ്കിലും ഉറപ്പായും ഡേറ്റുകൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് എപ്പോഴും 1 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കാർഷിക കാലങ്ങൾ, വിളയിറക്കൽ കാലം, അതേപോലെ തന്നെ ഇതിൻ്റെ വിളയെടുപ്പ് കാലം. ആദ്യം നമുക്ക് പഠിക്കാം ഖാരിഫ്, റാബി, സൈദ്. ഇത് 3 എണ്ണമാണ് കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്. മക്കളെ ഒന്ന് പറഞ്ഞടാ, ഖാരിഫ്, റാബി, സൈദ്. ഒന്ന് പറഞ്ഞേ, ഖാരിഫ്, റാബി, സൈദ്. ഇത് 3ഉമാണ് കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്. ഖാരിഫ്, റാബി, സൈദ്. ഖാരിഫ് എന്ന് പറയുന്നത് വിളയിറക്കൽ ഏത് സമയത്താ? അതായത് ജൂൺ, നവംബർ മാസങ്ങൾ, അതായത് മൺസൂണിൻ്റെ ആരംഭത്തിലാണ് ഖാരിഫിൽ എന്ത് ചെയ്യുന്നത്? നിലവിൽ വിളയിറക്കുന്നത്. ഓക്കെ, ഇനി അതെന്നാണ് വിളവ് എന്ത് ചെയ്യുന്നത്? നിലവിൽ ഈ പറയുന്ന ഖാരിഫ് വിളകൾ എന്നാണ് നിലവിൽ വിളവെടുപ്പ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ്. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ഖാരിഫ് വിളകൾ എന്ത് ചെയ്യുന്നത്? വിളവെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ഖാരിഫ് വിള എന്നുള്ളത് ഒന്ന് ഓർത്തു നോക്കിയ മക്കളെ. എപ്പോഴും PSC ചോദിക്കാറുള്ള ചോദ്യമാണ് ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്നുള്ളത്. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്ന് നെല്ല് ഏറ്റവും പ്രധാനപ്പെട്ട ഖാരിഫാണ്. അപ്പോൾ നെല്ല്, അതേപോലെ തന്നെ ചോളം, ബജ്ര, ജോവർ, പരുത്തി, കരിമ്പ്, നിലക്കടല, സോയാബീൻ, അതേപോലെ തന്നെ ഈ പറയുന്ന പയറുവർഗ്ഗങ്ങളിൽപ്പെട്ട സംഭവങ്ങളായിട്ടുള്ള ഈ പറയുന്ന ഉഴുന്ന്, ചെറുപയർ, ഇതൊക്കെ എന്താ? ഈ പറയുന്ന ഖാരിഫ് വിളകളാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഖാരിഫ് വിളയിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന നെല്ല് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ നെല്ല്, അതേപോലെ തന്നെ എന്താണ്? ചോളം, ബജ്റ, ജോവർ. ഓക്കെ, ഇതൊക്കെ എന്താണ്? നിലവിൽ നമ്മുടെ ഖാരിഫ് വിളകളാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ റാബി വിളകൾ ഏതൊക്കെയാ? റാബി എന്ന് പറയുമ്പോൾ എന്താണ്? ഗോതമ്പ്, അതേപോലെ തന്നെ ബാർലി, കടല, കടുക്, എള്ള്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ റാബി വിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ റാബി വിളകളുടെ കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ വിളയിറക്കൽ നവംബർ മധ്യം, ശൈത്യകാലം ആരംഭം മാർച്ച് വരെയാണ് ഏത്? ഈ പറയുന്ന റാബി വിളകൾ എന്ത് ചെയ്യുന്നത്? വിളയിറക്കുന്നത്. വിളവെടുപ്പാണെങ്കിൽ വേനലിൻ്റെ ആരംഭം മാർച്ച് മാസത്തിലാണ് എന്ത് ചെയ്യുന്നത്? അപ്പോൾ ശൈത്യകാലത്തിൽ ആരംഭിച്ച് വേനൽക്കാലത്ത് എന്ത് ചെയ്യും? ഇതിൻ്റെ വിളവെടുക്കും. ഏതൊക്കെ? ഗോതമ്പ്, ബാർലി, കടല, കടുക് എന്നുള്ളത് ഓർക്കുക. റാബി ബാലികയുടെ ഗോപബാലികയുടെ റാബി വിളകൾ എന്ന് ഓർത്താൽ മതി. ഗോപബാലികയുടെ റാബി വിളകൾ. ഓക്കെ, ഇനി അടുത്ത സൈദ്. അതായത് സൈദ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? അതായത് പഴം, അതേപോലെ തന്നെ പച്ചക്കറികളാണ് സൈദ് വിളകൾ എന്ന് പറയുന്നത്. അതായത് വേനലിൻ്റെ ആരംഭം മാർച്ചിൽ എന്ത് ചെയ്യുന്നു? വിളവിറക്കുന്നു. വിളവെടുക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ മാസം, അതായത് മൺസൂണിൻ്റെ ആരംഭത്തിൽ എന്ത് ചെയ്യും? സൈദ് വിളകൾ വിള ഇറക്കുന്നതാണ്. അപ്പോൾ അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ, 1 മാർക്ക്. അടുത്ത് നമുക്ക് നോക്കാം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ചുരങ്ങൾ, ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഉറപ്പായും നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്നൊരു മാർക്ക് മക്കളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയേ. ബനിഹാൽ, ജമ്മു, ശ്രീനഗറാണ്. അപ്പോൾ ബനിഹാൽ ചുരം ജമ്മു, ശ്രീനഗർ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബനിഹാൽ ചുരം. ദബ്സ ചുരം കുളു, സപ്തി താഴ്വരയാണ് ഏതെന്ന് പറയുന്നത്? ദബ്സ ചുരം. അപ്പോൾ കുളു, സപ്തി താഴ്വരയിലാണ് ഏത്? അതായത് കുളു, അതേപോലെ തന്നെ എന്താണ്? സപ്തി താഴ്വരയാണ് ദബ്സ ചുരം. അടുത്ത ലിപുലേഖ്, ഉത്തരാഖണ്ഡ്, ടിബറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിപുലേഖ് ചുരം, ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഷിപ്കില ചുരം, അതായത് ഹിമാചൽ പ്രദേശ്, ടിബറ്റാണ് ഷിപ്കില. സോജില ചുരം ശ്രീനഗർ, കാർഗിലാണ്. നാഥുല, സിക്കിം, ടിബറ്റ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. നാഥുല ചുരം സിക്കിം, ടിബറ്റാണ്. സോജില ആണെങ്കിൽ ശ്രീനഗർ, കാർഗിലാണ്. ഷിപ്കില എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ്, ടിബറ്റാണ്. ലിപുലേക്ക് ഉത്തരാഖണ്ഡ്, ടിബറ്റാണ്. ദബ്സ കുളു, സപ്തി താഴ്വരയാണ്. ബനിഹാൽ, ജമ്മു, ശ്രീനഗർ. മക്കളെ ഉറപ്പാണ്, അതായത് നാളെ നടക്കാൻ പോകുന്ന CPO എക്സാമിന് വരെ നിങ്ങൾക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം, ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ഹോട്ട് ടോപ്പിക്സിൽ നിന്നുള്ളത്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ബോംഡില ചുരം അരുണാചൽ പ്രദേശ്, ടിബറ്റാണ്. റോഹ്താങ് അത് എവിടെയാണെന്ന് ചോദിച്ചാൽ കുളു ലഹോൾ, സപ്തി താഴ്വരയിലാണ് റോഹ്താങ്. അടുത്തത് ദിഹാങ് ചുരം അരുണാചൽ പ്രദേശ്, മാണ്ഡ്ല, മ്യാൻമാർ ആണ്.
ഇനി ബാരാലപ്ചല അത് ഹിമാചൽ പ്രദേശ് ലേ ലഡാക്കാണ്. അടുത്തത് ജലപ്ല ചുരം എവിടെയാണ്? സിക്കിം ലാസയാണ് ജലപ്ല ചുരം. കുണ്ടർലിക്കട്ട് രത്നഗിരി അതേപോലെ തന്നെ സത്താറയാണ്. താൽഘട്ട് നാസിക് മുംബൈ ആണ്. ബോർഗട്ട് ചുരം മുംബൈ പൂനെയാണ് ഉള്ളത്, ഓർത്തു വയ്ക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബനിഹാൽ ജമ്മു ശ്രീനഗർ, ദബ്സ കുളു സപ്തി താഴ്വര, ലിബുലേക്ക് ഉത്തരാഖണ്ഡ് ടിബറ്റ്, ഷിപ്കില ഹിമാചൽ പ്രദേശ് ടിബറ്റ്, സോജില ശ്രീനഗർ കാർഗിൽ, നാദുല സിക്കിം ടിബറ്റ്, ബോംഡില അരുണാചൽ പ്രദേശ് ടിബറ്റ്, റോക്ടാങ് കുളു ലഹൂൾ സപ്തി താഴ്വര, അതേപോലെ തന്നെ ദിഫാൻ ചുരം അരുണാചൽ പ്രദേശ് മണ്ഡല, ബരാലപ്ച ഹിമാചൽ പ്രദേശ് ലേ, ജലപ്ല സിക്കിം ലാസ, കുണ്ടർലിഘട്ട് രത്നഗിരി സത്താര, താൽഘട്ട് നാസിക് മുംബൈ, ബോർഘട്ട് മുംബൈ പൂനെയാന്നുള്ളത് ഓർക്കുക. ഇനി ദേശീയപാതയം അതേപോലെ തന്നെ ഇവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും നദി ഏതാന്നുള്ളതും 1 മാർക്ക് മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ദേശീയ ജലപാത അതേപോലെ തന്നെ അവയുടെ ദൂരം എത്രയാണ്, ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്, നദി ഏതാന്നുള്ളത്. ഓക്കെ, NW1 എത്ര കിലോമീറ്റർ ആണ് അതിൻ്റെ ദൂരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NW1 നാഷണൽ വാട്ടർവേസ് 1 1620 കിലോമീറ്റർ. ഏതാണ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഹാൽദിയ, അലഹബാദ്. ഏതാണ് നദികൾ എന്ന് പറയുന്നത്? ഗംഗ, ഭഗീരഥി, ഹൂഗ്ലിയാന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ NW1 നീളം ചോദിച്ചു കഴിഞ്ഞാൽ 1620 കിലോമീറ്റർ ആണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഹാൽദിയ, അലഹബാദ്. ഏതാണ് നദി? ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. ഓക്കെ, NW2 ആണ് 891 കിലോമീറ്റർ ആണ്. നിലവിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സാദിയ, ധൂബ്രി. ഏതാണ് നദി? ബ്രഹ്മപുത്ര നദിയാന്നുള്ളത് ഓർക്കുക. അപ്പോൾ NW2 നാഷണൽ വാട്ടർവേസ് 2 ടോട്ടൽ ലെങ്ത് 891 കിലോമീറ്റർ. ബന്ധിപ്പിക്കുന്ന സ്ഥലം സാദിയ, ധൂബ്രി. ഏതാണ് നദി? ബ്രഹ്മപുത്ര. അടുത്ത് നോക്കിയേ NW3 ഏതാണ്? എത്ര ദൂരമാണ്? 365 കിലോമീറ്റർ. ഏതാണ്? കൊല്ലം, കോഴിക്കോട് ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന NW3 എന്ന് പറയുന്നത്. അതായത് ഏതാണ്? കോഴിക്കോട് മുതൽ എന്താണ് ചമ്പക്കര, ഉദ്യോഗ് മണ്ഡൽ എന്നീ കനാലുകൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന NW3 ബന്ധിപ്പിക്കുന്നത്. NW4 1078 കിലോമീറ്റർ ആണ്. നിർദ്ദിഷ്ട നീളം 2890. കാക്കിനട, പുതുച്ചേരി, ഗോദാവരി, കൃഷ്ണ. NW5 ആണെങ്കിൽ 623 കിലോമീറ്റർ. താൽച്ചർ ദാംറി ആണ്. താച്ചൽ ദാംറിണി. അപ്പോൾ മഹാനദിയാണ് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പതാക ത്രിവർണ പതാക, ദേശീയ ഗാനം ജനഗണമന, ദേശീയ മുദ്ര സിംഹമുദ്ര, ദേശീയ പക്ഷി മയിൽ, ദേശീയ മൃഗം കടുവ, ദേശീയ ഫലം മാങ്ങ, ദേശീയ പുഷ്പം ചോദിച്ചു കഴിഞ്ഞാൽ അത് താമരയാണ്, ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ, ദേശീയ പൈതൃക ജീവിയാണ് ആന, ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ, ദേശീയ വൃക്ഷം പേരാലാണ്, ദേശീയ നൃത്തരൂപം ഭരതനാട്യം, ദേശീയ മത്സ്യം ഐക്കൂറ, ദേശീയ പാനീയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഏതാണ്? ചായയാണ്. ഔദ്യോഗിക ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിന്ദിയാണ്. അപ്പോൾ ഇവ എന്നാണ്, അതായത് ദേശീയ പതാക അംഗീകരിച്ച്, ദേശീയ ഗാനത്തെ അംഗീകരിച്ച്, ദേശീയ മുദ്ര അംഗീകരിച്ചത്, ദേശീയ പക്ഷി അംഗീകരിച്ച്, ദേശീയ മൃഗം അംഗീകരിച്ച്, അങ്ങനെ ഓരോന്നും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അറിയില്ലെങ്കിൽ മാത്രം താഴെ കമൻറ്റ് ചെയ്യുക. കാരണം അതുകൂടി നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ലെങ്ത് ഒത്തിരി കൂടുതലായി പോകുന്നതുകൊണ്ടാണ് വേണ്ടാന്ന് വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഹോട്ട് ടോപ്പിക്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. മക്കളെ, ഇത്രയും ഹോട്ട് ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് ഒരു 5 മാർക്കിന് മുകളിലേക്ക് നിങ്ങൾക്ക് വരുന്ന എല്ലാ എക്സാമുകളിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് മക്കളെ നമ്മുടെ ബേസ് എന്ന് പറയുന്ന സംഭവങ്ങൾ. ഈ ബേസ് സെറ്റാക്കി കഴിഞ്ഞാൽ PSC നടത്തുന്ന ഏതൊരു എക്സാമിലും നിങ്ങൾക്ക് 60 മാർക്കിന് മുകളിലേക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ മക്കളെ ഉഴപ്പരുത്, കിടിലമായിട്ട് തന്നെ പഠിച്ചു നോക്കോ. ഉറപ്പായിട്ടും കമ്പനി ബോർഡ് LGS നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഈ ടോപ്പിക്സ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ടെലഗ്രാം ഇപ്പോൾ നമുക്ക് ആർക്കും അവൈലബിൾ അല്ല. അത് എന്നാണോ അവൈലബിൾ ആകുന്നത് ആ ടൈമിൽ എല്ലാ PDF നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. മക്കളെ, കിടിലമായിട്ട് പഠിക്കണം. ഒറ്റ സമയം ഇനി നമുക്ക് കളയാനില്ല.
മൊബൈലൊന്നും എടുത്ത് നോക്കി വെറുതെ സമയം കളയരുത്. കാരണം നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങൾ, അതായത് 30 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിലെ നിങ്ങളെ പഠനമാണ് നിങ്ങൾക്ക് ആദ്യ റാങ്കുകളിലേക്ക് എത്തിക്കുന്നത്. 4000 വേക്കൻസി ഉണ്ട് മക്കളെ. ഉഴപ്പാതെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാം. അതേപോലെ തന്നെ ജോലിക്ക് കയറാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ വന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും, ജോലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു പോകാനായി ശ്രമിക്കുക. കാരണം അത്രത്തോളം എഫേർട്ട് ഇട്ടാണ് നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളും ക്ലാസ്, അതേപോലെ തന്നെ നോട്ട്സ് കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി നാളെ കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.